എന്നാൽ നമ്മുടെ ഭിന്നത ഉണ്ടാകുമ്പോൾ അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ആർക്കാണ്? ഫാസിസ്റ്റുകൾക്ക് മാത്രമാണ്. അവർക്ക് മറ്റു മരുന്നൊന്നും ആവശ്യമില്ല, മറ്റു പ്രചാരണങ്ങളും അവർക്ക് ആവശ്യമില്ല. അവരധികാരത്തിൽ വന്നതൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുത്ത് മറ്റു വോട്ടുകളൊക്കെ ചിന്നിച്ചിതറിപ്പോയപ്പോൾ അവരുടെ പെട്ടികൾ മാത്രം നിറഞ്ഞു, അവർക്ക് അധികാരത്തിലെത്താൻ പറ്റി. ഇവിടെ പാലക്കാട്ടും ചിലരൊക്കെ പരീക്ഷിക്കാൻ വിചാരിച്ച അതാണ്. അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള വോട്ടർമാരെ ഭിന്നിപ്പിച്ച് വോട്ടുകൾ വിഭിന്ന തട്ടിലാക്കുക. എന്നാൽ ഫാസിസ്റ്റുകൾ ജയിക്കാം. ഫാസിസ്റ്റുകളുടെ വോട്ടുകൾ അവർക്ക് തന്നെ കിട്ടും, മറ്റു വോട്ടുകൾ ഭിന്ന തട്ടിലായിരിക്കും. ഫലം ആർക്കാണ് ഗുണമുണ്ടാവുക? അപ്പോൾ ഇത്തരം ശ്രമങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അത് പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും പരസ്യങ്ങളിലൂടെയാണെങ്കിലും അതിനെ കരുതിയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചില ചെയ്തികൾ ചെയ്തു പോകുന്നു, അതിനെ വിമർശിക്കാതിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. തെറ്റുകൾ അറിയാതെ ചെയ്യും, എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇരട്ടി ശിക്ഷ.